ഹലോ ഫ്രണ്ട്സ്, ഹായ്. എല്ലാവർക്കും എർത്തകുഴിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മൾ എർത്ത് കുഴിക്കാൻ വന്നിരിക്കുന്നത് ഈ വീട്ടിലാണ്. ഒരു ചെറിയ വീടാണ്, 2 നില. പക്ഷേ സ്ഥലം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ എർത്ത് കുഴിയും ചെറിയ വ്യത്യാസം ഉണ്ട്. ഇതിൻ്റെ വീട്ടിൻ്റെ കാർ പോർച്ചിനകത്താണ് ടോയ്ലറ്റിൻ്റെയൊക്കെ ടാങ്ക് കുഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്ഥലം എത്രമാത്രം ഉണ്ടാവുമെന്ന്. നമ്മൾ എർത്ത് കുഴിക്കാൻ പോകുന്നത് വീടിൻ്റെ മറുഭാഗത്താണ്, ഇടത് ഭാഗത്താണ്. അവിടെയാണ് ഇലക്ട്രിക് പോസ്റ്റ് ഉള്ളത്. ഇവിടെയാണ് നമ്മൾ എർത്ത് കുഴിക്കുന്നത്. മെയിൻ സ്വിച്ചിന് വേണ്ടി കട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഇലക്ട്രീഷ്യന്മാർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ അവർ ബോർഡ് വെച്ചിട്ടില്ല. നമ്മൾ എർത്ത് കുഴിച്ചതിന് ശേഷമാണ് അവർ അവരുടേതായ ജോലി ആരംഭിക്കുക. ഈ വീഡിയോൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മുൻപത്തെ 2 വീഡിയോ പോലെ തന്നെ സ്ഥലപരിമിതി ഒരു വിഷയമാണ്. സാധാരണ 1 മീറ്റർ 1.5 മീറ്റർ വ്യത്യാസത്തിലാണ് നമ്മൾ എർത്ത് കുഴിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ചുമരിൽ നിന്ന് 1/2 മീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. വ്യത്യാസമുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്ഥലത്തിൻ്റെ അളവിലുള്ള വ്യത്യാസമാണ്. ആ കല്ല് കെട്ടിയ സ്ഥലമാണ് അവരുടെ ബോർഡർ. അതിനകത്ത് നമ്മൾ കുഴിക്കണം. അതിനകത്ത് കുഴിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് കുഴിക്കാൻ 1/2 മീറ്റർ മാത്രമേ ഗ്യാപ്പ് ഉള്ളൂ. എങ്കിലും ആ 1/2 മീറ്ററിനകത്ത് നമ്മൾ വൃത്തിയായി എർത്ത് കുഴിക്കുന്നുണ്ട്. 2.5 മീറ്ററിൻ്റെ പൈപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പൈപ്പിൻ്റെ അടിഭാഗം മുതൽ കോപ്പർ ചുറ്റിയെടുക്കുന്നതും അത് കണക്ട് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.
बहुत